പാല് മാത്രമാണ് എടുക്കുക. ഈ പാല് ഇത് ഉരുളിയിൽ കയറ്റി കഴിഞ്ഞാൽ തന്നെ 4 സ്റ്റാഫാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ജിഞ്ചലി ഓയിൽ ഇത് നമ്മൾ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള എള്ള് എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ചെയ്ത എള്ളാണ് നമ്മൾ യൂസ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുക. നമ്മളെ കൗണ്ടർ സെയിൽ. പിന്നെ നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർ ഹോട്ടലുകളിലാണ്. ROVER എന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂർ നെടുവട്ടം എന്നുള്ള സ്ഥലത്താണുള്ളത്. ഇവിടെ ആലഞ്ചേരി ഓയിൽ മില്ലിൽ ഞാൻ വന്നിരിക്കുന്നത്. ഓയിൽ മില്ലിന്റെ ഒക്കെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരാനൊരു കാരണമുണ്ട്. ഇവിടുത്തെ വൃത്തിയാണ് കേട്ടോ. എന്ത് നന്നായിട്ടാണെന്ന് ഈ ഒരു മില്ല് കൊണ്ടു നടക്കുന്നത് അതൊക്കെ നമുക്ക് കാണാനുണ്ട്. അത് മാത്രമല്ല ഇവിടെ ആൾക്കാർ അന്വേഷിച്ച് വരികയാണ് ഇവിടുത്തെ ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട്. അതിൽ വെളിച്ചെണ്ണ ഉണ്ട്, എള്ളെണ്ണ ഉണ്ട്, അതേപോലെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ട്, ഫേസ് ഓയിൽ ചെയ്യുന്നുണ്ട്, ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഈ ഒരു കമ്പനിയുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചേച്ചിയാണ് കേട്ടോ, ഒരു പ്രിയ ചേച്ചി. ഇതൊക്കെ നമുക്ക് അറിയേണ്ട വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നേരെ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. ആലഞ്ചേരി ഓയിൽ മില്ലിന്റെ ഓണർ ആയിട്ടുള്ള പ്രിയ ചേച്ചിയുടെ മുന്നേ ഞാനിപ്പോൾ ഉള്ളത്. ചേച്ചി, ഞാനിവിടെ വരാൻ മെയിൻ കാരണം എന്ന് പറയുന്നത് ഒത്തിരി പേര് നിങ്ങളുടെ ലോവ എന്ന് പറയുന്ന ബ്രാൻഡ് അന്വേഷിച്ചിട്ട് വരുന്നുണ്ട്. അത് അറിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു മേഖല ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഒരു 1 year ആയിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു വർഷമായിട്ടുള്ളൂ. ഒരു വർഷമായിട്ടുള്ളൂ. പക്ഷെ നമ്മളെ ഹെയർ ഓയിലിനും ബോഡി ഓയിലിനും നല്ല റിസൾട്ട് വന്നു. നിങ്ങളുടെ സ്റ്റാർട്ടിങ് എന്തായിരുന്നു ശരിക്കും? സ്റ്റാർട്ടിങ് നമ്മളൊരു ഹെയർ ഓയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊന്നും തലയിലൊന്നും ഇതുവരെ ഡൈയും അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ ഹെയർ ഓയിലാണ് നമ്മൾ പണ്ടേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് പുറത്തേക്കുള്ള ആളുകളിലേക്കും കൂടി എത്തണം എന്ന് വെച്ചാൽ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. പിന്നെ നമ്മളത് ഓയിൽ, ഈ കോക്കനട്ട് ഓയിൽ നല്ല പ്യുവർ ആയിട്ടും അതിൽ വെർജിൻ ഓയിലും കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഹെയർ ഓയിൽ ഉണ്ടാക്കുക. അപ്പോൾ ആ കോക്കനട്ട് ഓയിലിന് വേണ്ടി നമ്മൾ കുറേ സ്ഥലത്ത് നടന്നു, നല്ല പ്യുവർ ആയിട്ടുള്ള കിട്ടാൻ. അങ്ങനെയാണ് നമുക്ക് തന്നെ അങ്ങനെ ഒന്ന് തുടങ്ങിക്കൂടെ എന്നുള്ളതിൽ ഒരു കോക്കനട്ട് ഓയിലിന്റെ ഒരു മില്ല് സ്റ്റാർട്ട് ചെയ്തു. ഒരു വെളിച്ചെണ്ണയുടെ മില്ല് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇത് ഒത്തിരി ബ്രാൻഡുകൾ നമ്മൾ ഇന്ന് ഓപ്പൺ മാർക്കറ്റിലുണ്ട്. എന്ത് ധൈര്യത്തിൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? ഞാൻ ഇപ്പോൾ ഈ ഒരു 1 year കൊണ്ട് പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ജെന്യൂൻ ആയിട്ട് ഒരു പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നല്ലൊരു ഫീഡ്ബാക്ക്, നമുക്കിപ്പോൾ അത്രയും ഓർഡേഴ്സും വരുന്നുണ്ട്, അത് കൊടുക്കാനും പറ്റുന്നുണ്ട്. നല്ല പ്രോഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ചെയ്തതാണ്. നമ്മളൊരു 2 years ഈ കോക്കനട്ട് ഓയിലിനെ പറ്റിയിട്ട് പഠിച്ചു ഈ കോവിഡിന്റെ സമയത്ത്. പിന്നെ പല ഡോക്ടേഴ്സായിട്ടും ഒക്കെ നമ്മൾ അവരെ ഓരോ അഭിപ്രായങ്ങളും എടുത്തു. എങ്ങനെ നമ്മളെ പണ്ടത്തെ രീതിയിലുള്ള വളരെ പ്യുവർ ആയിട്ടുള്ള. അപ്പം നമുക്ക് മനസ്സിലായി കൊപ്ര എടുത്താൽ നമ്മളൊരു പ്യൂരിറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കോക്കനറ്റ് നമ്മൾ തന്നെ കളക്ട് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് സെലക്ട് ചെയ്ത് പിന്നെ കൊപ്രയാക്കി അതിൻ്റെ അകത്തുനിന്നും സെലക്ട് ചെയ്ത് ചെയ്യുന്നത്. കൊപ്ര നമ്മൾ പുറത്തുനിന്നുള്ളവരത് യൂസ് ചെയ്യില്ല. തേങ്ങ. പിന്നെ നമ്മൾ ഇപ്പം നിങ്ങൾ വന്ന് കണ്ട് ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മൾ അത്രയും നീറ്റായിട്ടാണ്. എന്താ വെച്ചാൽ മില്ല് നമുക്ക് 2 നേരവും തുടച്ച് ആ ചക്ക് വരെ അത്രയും ക്ലീൻ ചെയ്ത്. ഞാനിവിടെ വരുന്നത് വരെ ഞാൻ മില്ലിന്റെ ഒരു ഐഡിയ എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്ന സമയത്ത് കംപ്ലീറ്റ് നിങ്ങൾ ടൈല് വരെ ഇട്ടിട്ടുണ്ടല്ലോ. അതാണ് നമുക്ക് ഒരു പൊതുവേ ഉള്ള ഒരു മില്ലിന്റെ കൺസെപ്റ്റ് ഒരു മാറി ചിന്തിക്കണമെന്ന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ കോക്കനട്ട് ഓയിൽ ഒന്നായാലും നമ്മൾ കൈ കൊണ്ട് തൊടൂല, ഒക്കെ പൈപ്പിലൂടെയാണ്. പിന്നെ നമ്മളെ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ സാധാ ഫിൽട്രേഷൻ പണ്ട് നമ്മൾ ചെമ്പിൽ ആട്ടി കൊണ്ടുവന്ന് അടിയിൽ മട്ടെടുക്കുന്ന അതേ രീതി, അല്ലാതെ ഒരു ഫിൽറ്ററും വെളിച്ചെണ്ണ ചെയ്യുന്നില്ല. നമുക്ക് അതിലേക്ക് കടക്കാം. അറിയേണ്ടത് നിങ്ങളുടെ പ്രൊഡക്ഷൻ രീതികളാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ ഇവിടെ ചെയ്യുന്നത് നമ്മളെ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന ഓട്ടുരുളിയിൽ വേവിക്കുന്ന അതേ സിസ്റ്റം. അതാണ്. അതെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു 4.25 മണിക്കൂർ വരും. ആദ്യം തേങ്ങ വെട്ടി രാഗി പിഴിഞ്ഞെടുത്ത് 2-3 പ്രാവശ്യം പിഴിഞ്ഞെടുക്കണം. ചൂടാക്കി നമ്മൾ പിഴിഞ്ഞെടുക്കണം. തേങ്ങ പാലാണോ ഈ എടുക്കുന്നത്? പാല് മാത്രമാണ് എടുക്കുക. ഈ പാല് ഇത് ഉരുളിയിൽ കയറ്റി കഴിഞ്ഞാൽ തന്നെ 4 സ്റ്റാഫാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് രാകാൻ അവർക്കൊന്നും കൈ ഇതാക്കാൻ പറ്റൂല, കൈ വിടാൻ പറ്റൂല, ഇളക്കി കൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരു 4.25 മണിക്കൂർ കഴിഞ്ഞാലാണ് നമുക്ക് വളരെ കുറച്ചാണ് നമ്മൾ പാലൊഴിക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് വെളിച്ചെണ്ണ കിട്ടില്ല. വളരെ കുറച്ചാണ് വെന്ത വെളിച്ചെണ്ണ നമുക്ക് കിട്ടുക. ഒഴിക്കുന്നതിന്റെ ഒരു കാൽഭാഗേ ഉണ്ടാവുള്ളൂ. ഏകദേശം കംപ്ലീറ്റ് പ്രോസസ് ചെയ്ത് പുറത്തേക്ക് വരും. ഇത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇത് എല്ലാത്തിനും ഇപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ തന്നെ നമുക്കറിയാം. ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ ഇവിടെ ചില ഡോക്ടേഴ്സ് സ്കിന്നിന്റെ എല്ലാ പ്രശ്നത്തിനും ഇത് യൂസ് ചെയ്യാം. പിന്നെ ഡോക്ടേഴ്സിന് ഇത് ചിലവരൊക്കെ ഇത് കുടിക്കാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ സ്റ്റൊമക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിൽ പിന്നെ കൊളസ്ട്രോൾ ഫ്രീ ആണിത്. അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുട്ടികൾക്കല്ല വലിയവർക്കും ഒക്കെ നല്ലതാണ്. എല്ലാവർക്കും വളരെ നല്ല. അപ്പം നമ്മൾ ഹെയർ ഓയിലിന് വേണ്ടിയിട്ട് ഇതും നമ്മൾ അതിൽ ചേർക്കുന്നുണ്ട്.
പകുതി നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ആണ് ഹെയർ ഓയിലും യൂസ് ചെയ്യുന്നത്. അത്രയും പ്യൂർ ആയിട്ടാണ് തലയിൽ തേക്കുന്ന ഓയിൽ. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ ഇവിടെ ചെയ്തെടുക്കുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ചെയ്തെടുക്കുന്ന രീതി എങ്ങനെയാണ്? വെളിച്ചെണ്ണ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, കൊപ്ര നമ്മൾ പുറത്തുനിന്ന് വാങ്ങില്ല, ഇവിടുത്തെ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതായത് തേങ്ങ നമ്മൾ മാക്സിമം കളക്ട് ചെയ്യും. ഒന്നരാടം നമ്മളൊരു 2000 തേങ്ങന്റെ മേലെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അത്ര കളക്ട് ചെയ്തിട്ട് അത് മിക്സഡ് ആയിട്ടായിരിക്കും നമുക്ക് എപ്പോഴും കോക്കനട്ട് എത്തുക. മിക്സഡ് എന്ന് പറഞ്ഞാൽ അതായത് പച്ചയുണ്ടാവും, മൂത്തതും മൂപ്പ് കുറവുള്ളതും ഒക്കെ ഉണ്ടാവും. അങ്ങനെയല്ലേ, നമുക്ക് കസ്റ്റമേഴ്സിനോട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടുന്ന് അത് സെലക്ട് ചെയ്യും. മൂത്ത തേങ്ങ മാത്രമേ നമ്മൾ ചക്കിലേക്ക് യൂസ് ചെയ്യുള്ളൂ. അതിനുള്ള ഗുണം എന്താ വരുന്നത്? നമുക്ക് വെളിച്ചെണ്ണ നല്ല ഏറ്റവും പ്യൂറും കിട്ടും, ക്വാളിറ്റി വൈസ് ഏറ്റവും പ്യൂർ ആയിട്ട് തന്നെ കിട്ടും. വെളിച്ചെണ്ണ പെട്ടെന്ന് കേടാവില്ല. പിന്നെ നമ്മൾ ഇവിടെ എന്താ വെച്ചാൽ ഫിൽട്രേഷൻ മെത്തേഡ് പണ്ടത്തെ സിസ്റ്റം ആണ്. അത് സ്റ്റീൽ ടാങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ച് അത് തന്നാലെ ഫിൽട്ടർ ആയിട്ട് വരിക. നമ്മളെ ഒരു കാഴ്ചപ്പാടിൽ എന്ന് വെച്ചാൽ മാക്സിമം ഫിൽട്ടർ ചെയ്യുന്ന കൂടുന്തോറും വെളിച്ചെണ്ണേന്റെ ക്വാളിറ്റി കുറയുക ചെയ്യാന്നാണ്. പിന്നെ ഇത് കട്ട് ചെയ്യും, ഉടച്ചെടുത്തിട്ട് ഫസ്റ്റിനെ നമ്മളത് ടെറസ് കൂടുതലുള്ളവരുണ്ട്. അതിന് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു ഔട്ട്ലെറ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോക്കനട്ട് വാട്ടർ നമുക്ക് പറമ്പിലൊന്നും ഒഴിക്കാൻ പറ്റില്ല, നല്ല സ്മെല്ല് വരും. അപ്പൊ നമ്മൾ അതിന് ഒരു വേസ്റ്റ് ടാങ്ക് ആയിട്ട് അത് ആ വേസ്റ്റ് ടാങ്കിലേക്ക് ഒഴിക്കാണ്. ആർക്കും നമ്മൾ തൊട്ടടുത്ത വീടല്ലേ, നമുക്ക് വരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. ഫസ്റ്റ് നമ്മളത് ഒന്ന് സണ്ണിന്റെ മുകളിൽ ടെറസിൽ ഒന്ന് കുറച്ച് നേരം ഇടും. അത് പൊടിയൊന്നാവത് ടെറസിലാണ് നമ്മൾ ഇടുക. അവിടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഡ്രയറിലേക്ക്, ഡ്രയറിൽ അതായത് 2-3 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഇലക്ട്രിക് കറന്റിന്റെ ഡ്രയർ ആകുമ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ കൊപ്ര. രണ്ട് ഡ്രയറും മറ്റേ കത്തിക്കുന്നതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊപ്ര അടർത്തി എടുക്കും. അടർത്തി എടുത്തു കഴിഞ്ഞിട്ട് ആ കൊപ്രയിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും. അതെന്താ വെച്ചാൽ അതിൽ നല്ല പ്യൂർ ആയിട്ടുള്ളതാന്ന് വെച്ചാൽ ഒരു കളറും ഫെയ്ഡ് ചെയ്യാത്ത അങ്ങനത്തെ കൊപ്ര, നല്ല മൂത്തത് മാത്രം. എന്താ വെച്ചാൽ തേങ്ങയിൽ നിന്ന് നമ്മൾ എത്ര സെലക്ട് ചെയ്താലും കൊപ്രയിൽ നിന്നും കുറച്ചും കൂടി സെലക്ട് ചെയ്യേണ്ടി വരും. അതാണ്. അപ്പൊ അതൊന്നും നമ്മൾ സെലക്ട് ചെയ്യും. ഇതൊക്കെ വെളിച്ചെണ്ണന്റെ പ്യൂരിറ്റിയും ക്വാളിറ്റിയും കൂട്ടാനുള്ളതാണ്. ഇതിനുശേഷം പിന്നെ നമ്മളത് ചക്കിലേക്ക് ഇടുക ചെയ്യും. മെഷീൻ്റെ മെഷീൻ ചക്കിലാട്ടി വരുന്നത് നമ്മൾ അവിടെ ടാങ്ക്, അതൊക്കെ നമ്മൾ തന്നെ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ നല്ല ഗേജുള്ള ടൈപ്പ് ടാങ്ക്സ് ആണ്. ആ ടാങ്ക്സ് ഫസ്റ്റ് ഒരു ടാങ്കിൽ നിറഞ്ഞ് അവിടുന്ന് മോട്ടർ വെച്ചിട്ട് മറ്റേ ടാങ്കുകളിലേക്ക് അടിക്കുകയായി. അതെനിക്ക് മനസ്സിലായില്ല. സാധാരണ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ചക്കിൽ നിന്ന് നേരെ താഴേക്ക് ഒരു ഡ്രമ്മിലേക്ക് കളക്ട് ചെയ്യുന്നു. ആ ഡ്രമ്മിൽ നിന്ന് നമ്മൾ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ എന്തെങ്കിലും അല്ലെങ്കിൽ അവിടെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുക എന്നുള്ള രീതിയാണ് അത് കുപ്പിയിലേക്ക് നിറയ്ക്കുക ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഇത് പിന്നെ നേരെ ടാങ്ക് ഒരു മോട്ടർ വെച്ച് ടാങ്കിലേക്ക് പോകും. എന്നിട്ട് അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യും. അത് ശരി. ഇതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു 3 ടാങ്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ, ഓരോ ടാങ്കും 300 കിലോ ആണ്. അങ്ങനെ ഓരോ ടാങ്കിലും ഒരു 5 ഡേയ്സ് ഈ കോക്കനട്ട് ഓയിൽ സെറ്റ് ആവാൻ നിൽക്കും. എന്നിട്ട് അടിയിൽ ഒരു ഔട്ട്ലെറ്റിലൂടെ പുറത്തേക്ക് എടുക്കും, മട്ടെടുക്കും നമ്മൾ. അതിന്റെ തൊട്ട മേലെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അതിലൂടെയാണ് പൈപ്പിലേക്ക്. ആ പൈപ്പിലൂടെയാണ് പിന്നെ കസ്റ്റമേഴ്സിന് അത്രയും പ്യൂർ ആയിട്ട് നമ്മൾ ആരും വെളിച്ചെണ്ണ കൈകൊണ്ട് തൊടൂല. നിങ്ങൾക്ക് മില്ല് കണ്ടപ്പോൾ മനസ്സിലല്ലേ, ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും താഴ്ത്തു പോകുന്നില്ല. നിങ്ങൾ പൈപ്പ് വെച്ചിട്ട് എടുത്തോണ്ടിരിക്കുന്നത്. ഈ പൈപ്പ് വെച്ച് എടുക്കുന്നതുകൊണ്ട് തന്നെ കൈയോട് തൊണ്ട ആവശ്യമില്ല, കോരി ഒഴിക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ ബോട്ടിലേക്ക് നമ്മൾ വെയിറ്റ് കറക്റ്റ് ചെയ്ത് ബോട്ടിലേക്ക് അങ്ങനെയൊക്കെ. പിന്നെ പാക്കിംഗ് യൂണിറ്റിൽ അവിടേക്ക് ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പാക്കിംഗ് യൂണിറ്റിന്റെ അതിലേക്ക് കയറും. ഇത് പാക്കിംഗ് മെഷീനിലേക്ക് അതും പൈപ്പ് തന്നെ, കോരി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എള്ളെണ്ണയാണ്, ജിഞ്ചലി ഓയിൽ. ഇത് നമ്മൾ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള എള്ള് എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ചെയ്ത എള്ളാണ് നമ്മൾ യൂസ് ചെയ്യുക, ഒരു പൊടിയൊന്നും ഉണ്ടാവാതെ നിൽക്കാൻ. അതും ഇതുപോലെ തന്നെ ഈ ചക്കിൽ ഇതേ സിസ്റ്റത്തിൽ തന്നെ ചെയ്യുന്നതാണ്. ഇത് ആൾക്കാർ കുടിക്കാനും കൊണ്ടുപോകാറുണ്ട്, കുക്കിംഗ് പ്രോസസ്സിനും വിളക്കെത്തിക്കാനും ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ അങ്ങനെ കൊണ്ടുപോകാറുണ്ട്. കുക്കിങ്ങിനും യൂസ് ചെയ്യുന്നുണ്ട്. വളരെ പ്യൂർ ആയിട്ട്. നമ്മുടെ മില്ല് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിവിടെ ഓപ്പൺ ആണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാം കാണാം.
ഇത് ഏത് സമയം വന്നാലും നമ്മളിവിടെ ആട്ടുന്ന സമയത്ത് ആൾക്കാർ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് തന്നെ ഇവിടെ വന്നാൽ കണ്ടാൽ അറിയാം. ലൈവ് ആയിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുക, ലൈവ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അവർക്ക് കാണാൻ പറ്റും. നമ്മൾ നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് മില്ല് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ ഹെയർ ഓയിലിന് വേണ്ടി. കാരണം ഈ ഹെയർ ഓയിലാണ്. ഈ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പകുതി നമ്മളെ കോക്കനട്ട് ഓയിലും പകുതി വെർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇതിൻ്റെ കൂടെ തന്നെ 28 ഹെർബ്സ് ഉണ്ട്. ആ ഹെർബ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പച്ചക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലാതെ അതിൻ്റെ പൊടികളല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഡാൻഡ്രഫും ഹെയർ ഫോളൊക്കെ ഒരു 2 വീക്സിന് തന്നെ റിസൾട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഇതൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഒരു പരസ്യവും എവിടെയില്ല. ഇത് പോയത് കംപ്ലീറ്റ് മൗത്ത് പബ്ലിസിറ്റിയിലാണ്. അതാണ് കസ്റ്റമേഴ്സ് റിവ്യൂ ഒന്നും നമ്മൾ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് അത്രയും ബൾക്കായിട്ട് ഇവിടുന്ന് പോകുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം. ഒരു പെർഫ്യൂമും ഇതിൽ ആഡഡ് അല്ല, ഒരു കെമിക്കലും നമ്മൾ ചേർക്കുന്നില്ല. ഇതിൻ്റെ നമുക്ക് എന്താ വെച്ചാൽ ഏതിൻ്റെ മേക്കിങ്ങും നമുക്ക് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഇതും നമ്മൾ ഈ ഓട്ടുരുളി തന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ചെയ്യുന്നതാണ് ഒരു ലോവൻ്റെ ഒരു ഫേസ് ഓയിൽ. ഫേസ് ഓയിൽ എന്ന് പറഞ്ഞാൽ ബോഡി ഓയിൽ കൂടിയാണ്. ഇതെന്ന് വെച്ചാൽ സൺ ടാനിനും ഫേസിലുള്ള പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂവ്, ബദാം, മഞ്ചിഷ്ട. ഇത് സൺ ടാൻ പോകാനും ബോഡിയിലുള്ള പിഗ്മെൻറ്റേഷൻ പോകാനൊക്കെ വളരെ നല്ലതാണ്. ഇത് രാത്രിയൊക്കെ നമുക്ക് തേച്ച് കിടന്ന് രാവിലെ കഴുകി കളഞ്ഞാൽ മതി. ഇതിലും നമ്മൾ ഒരു പെർഫ്യൂമും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡ്രോപ്പ് എടുത്താൽ ഇതിന് നമ്മൾ എന്തൊക്കെയാണ് കണ്ടൻസ് യൂസ് ചെയ്തതെന്ന് മനസ്സിലാവും. അങ്ങനെ ഫുൾ അതിൻ്റെ ഒന്നിൻ്റെയും എസൻസും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. നമ്മളെ ഈ ക്വാളിറ്റി കണ്ടിട്ടാണ് നമ്മളെ അടുത്ത് ചില വൈദ്യന്മാരും ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന കുറച്ച് ടീമും നമ്മളെ വെളിച്ചെണ്ണ കൊണ്ടുപോകുന്നുണ്ട്. അവർ പറയുന്നത് ഇതുകൊണ്ട് ചെയ്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് തൈലത്തിനും ഹെയർ ഓയിലിനൊക്കെ ഉണ്ടായി എന്നാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്ന എല്ലാ പ്രോഡക്റ്റും നമ്മൾ സ്വന്തം മക്കൾക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെയാണ് ഞങ്ങൾ എല്ലാ പ്രോഡക്റ്റും, ഇവിടുത്തെ ഓരോ പ്രോഡക്റ്റും അത്ര നീറ്റ്നെസ്സിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലഞ്ചേരി ഓയിൽ മില്ലിന്റെ ഇത്ര നേരം നമ്മളോട് പ്രിയ ചേച്ചി സംസാരിച്ച വാദോരാതെ സംസാരിച്ച ലാവ ബ്രാൻഡിന്റെ ഇതിന്റെ ഒക്കെ പിന്നിൽ അല്ലെങ്കിൽ പ്രിയ ചേച്ചിക്ക് ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. പ്രിയ ചേച്ചിയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടാ, ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ മാർക്കറ്റിംഗ് രീതികളാണ്. എങ്ങനെ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുക. നമ്മളെ കൗണ്ടർ സെയിൽ, പിന്നെ അതിന് പുറമെ നമ്മൾ ഔട്ട്ലെറ്റിലുള്ള സെയിലുണ്ട്. നമുക്ക് തൃശ്ശൂർ കുന്നംകുളത്തൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർ ഹോട്ടലുകളിലാണ്. 5 സ്റ്റാർ ലെവലുള്ള ഹോട്ടലുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നത്. 5 സ്റ്റാർ ഹോട്ടലൊക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ പ്രോഡക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്? അതെ, അവിടെയൊക്കെ ഒരുപാട് ക്വാളിറ്റി ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളെ പ്രൊഡക്റ്റ് അത്രയും ജെന്യൂൻ ആണ്, അത്രയും ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ ചെക്കിങ്ങും നമുക്ക് ക്ലിയർ ചെയ്തിട്ട് അവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത്രയും ധൈര്യമായിട്ട് നമുക്ക് ആരോടും പറയാൻ പറ്റുന്നത്. ഞങ്ങളെ ബോട്ടിലിന്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഞങ്ങൾ 100% സൾഫർ ഫ്രീ എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഈ ബോട്ടിലിന്റെ മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് 100% സൾഫർ ഫ്രീ എന്നുള്ളത്. അതായത് നമുക്കത് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ അങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ കൊണ്ടാണ്. അത് പുറത്തുനിന്ന് നമ്മൾ കൊപ്ര വാങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഇത് നമുക്ക് ഇതിൽ എഴുതി വെക്കാൻ പറ്റൂല. ഇതിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഒത്തിരി പേര് ചിലപ്പം വിളിക്കാൻ സാധ്യതയുണ്ട്, പ്രോഡക്റ്റിന് വേണ്ടിയിട്ടൊക്കെ വിളിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിളിക്കാതെ നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടോ? നമ്മൾ നിലവിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട്. കൊറിയറായിട്ട് ടൈപ്പ് ഉണ്ട്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും നമ്മൾ ഡെലിവറി ഉണ്ട്. ഓൾ ഇന്ത്യ നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. കൊറിയറിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബീഹാറിൽ, മഹാരാഷ്ട്ര, ഡൽഹി എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എനിക്കറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. പ്രൈസ് എങ്ങനെ വരുന്നത് നിങ്ങളുടെ? പ്രൈസ് കോക്കനട്ടിന്റെ പ്രൈസ് സീസണലാണ്, വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കോക്കനട്ട് ഓയിലിന്റെ റേറ്റിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറെ പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുന്നത്. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. എത്രയാണ് ആലഞ്ചേരി ഓയിൽ മില്ലിന്റെ വിശേഷങ്ങൾ? എങ്ങനെയുണ്ട് കാഴ്ച? അടിപൊളിയല്ലേ? വളരെ ശ്രദ്ധയോട് കൂടിയിട്ടാണ് ചേച്ചി ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ എല്ലാ സപ്പോർട്ടോട് കൂടിയിട്ട് കൂടെ തന്നെ ഹസ്ബൻഡ് ആയിട്ടുള്ള സുഭാഷേട്ടനും കൂടെ ഉണ്ട്. വളരെ നല്ല രീതിയിൽ നമ്മളിലേക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്രയും കഷ്ടപ്പാട് ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാക്സിമം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.